ഹരിയോ. ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത് കുലദേവി മന്ത്രത്തെക്കുറിച്ചാണ്. ഒരുപാട് തലമുറകൾക്ക് മുമ്പുണ്ടായിരുന്ന നമ്മുടെ പൂർവികർ അവരുടെ ഉറവിടത്തിന് കാരണമായിരിക്കുന്ന ഒരു ശക്തിയുണ്ടെന്ന് ഗ്രഹിച്ചു. അവരെ നിത്യം പരിപാലിക്കുന്നതും ഈ ശക്തിയാണ് എന്നവർ ഉൾക്കൊണ്ടു. ആ ശക്തിയെ കൂടുതൽ അറിയാനായിട്ട് അവർ പരിശ്രമിച്ചു, അതായത് ഉപാസനയെ ആരംഭിച്ചു. ഉപാസന നടക്കണമെങ്കിൽ ഭാവമുണ്ടാവണം. അപ്പോൾ തങ്ങളുടെ ഉറവിടത്തിന് കാരണമായതുകൊണ്ടും തങ്ങളെ നിത്യം പരിപാലിക്കുന്നത് കൊണ്ടും ആ ശക്തിക്ക് അമ്മയുടെ ഭാവം അവർ കൽപ്പിച്ചു. അങ്ങനെ അവരുടെ അമ്മയായി കണ്ട് ആ ശക്തിയെ അവർ ഉപാസിക്കാൻ തുടങ്ങി. അവരുടെ ഉപാസന വളർന്നു, ഭക്തി ദൃഢപ്പെട്ടു, മനസ്സിന് ഏകാഗ്രത സിദ്ധിച്ചു. അങ്ങനെ അവർ കാണാൻ പരിപക്വരായി കഴിഞ്ഞപ്പോൾ അവർക്ക് അമ്മയുടെ ദർശനവും ലഭിച്ചു. അവരെല്ലാം ഉപാസിച്ചത് ഒരേ പൊരുളിനെയാണ്. എന്നാൽ അവരുടെ മനസ്സിന് പല പ്രകാരത്തിലുള്ള ഭേദങ്ങളും ഉണ്ടായിരുന്നു. ആ ഭേദത്തിനനുസരിച്ചിട്ടുള്ള ദർശനമാണ് അവർക്ക് ഓരോരുത്തർക്കും ലഭിച്ചത്. അപ്പോൾ ഒരേ ശക്തിയെ ഉപാസിച്ചുവെങ്കിലും വിവിധമായ ദർശനങ്ങൾ അവർക്ക് ലഭിച്ചു. അവർക്ക് ലഭിച്ച ദർശനം അവരുടെ സത്യമായി ഭവിച്ചു. ആ ദർശനത്തെ അവർ കൂടുതൽ സ്നേഹത്തോടു കൂടി ഉപാസിക്കാൻ തുടങ്ങി. ആ ശക്തിയെ അവർ കൂടുതൽ അറിയാൻ തുടങ്ങി. ആ അമ്മയുടെ ഇഷ്ടം എന്താണ്, അനിഷ്ടം എന്താണ്, ഭാവത്തിൽ എന്തെല്ലാം സവിശേഷതകളുണ്ട്, ഇതെല്ലാം കൂടുതൽ മനസ്സിലാക്കി അവരുടെ ഉപാസനയെ അവർ കൂടുതൽ വ്യക്തതയോടുകൂടി ചിട്ടപ്പെടുത്തി. അങ്ങനെ ക്രമേണ ആ ഉപാസനയെ അവരടുത്ത തലമുറയ്ക്ക് കൈമാറി. ഇത് നമ്മുടെ അമ്മയാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ അമ്മയുടെ രൂപം ഇന്ന പ്രകാരത്തിലാണ്, ഇന്ന ഭാവത്തിലാണ് ഇരിക്കുന്നത്, ഇന്നതാണ് ഇഷ്ടം, ഇന്നത് അനിഷ്ടമാണ് എന്നെല്ലാം പറഞ്ഞു കൊടുത്ത് എങ്ങനെയാണോ ഉപാസിക്കേണ്ടത് അത് കൃത്യമായി ഉപദേശിച്ച് അടുത്ത തലമുറയ്ക്ക് കൊടുത്തു. ആ തലമുറയും ഉപാസനയെ തുടർന്നു. അവർക്കും അമ്മയുടെ ദർശനം ലഭിച്ചു. അമ്മയുടെ വരപ്രസാദം അവരും നിത്യം അനുഭവിച്ചു. അങ്ങനെ അത് അവരുടെ യാഥാർത്ഥ്യമായി മാറി. അവരത് അടുത്ത തലമുറയ്ക്ക് കൊടുത്തു. അങ്ങനെ തലമുറയായി ഈ ഉപാസന നിലനിന്നു. ഇങ്ങനെ ഉപാസിക്കപ്പെടുന്ന ആ പരാശക്തി അവരുടെ കുലദേവിയായിട്ട് ശോഭിച്ചു. എന്നാൽ കാലത്തിന്റെ ദൈർഘ്യത്തിൽ എവിടെയോ ചില കുലങ്ങളിലൊക്കെ ഈ ഉപാസന ലോപിക്കാൻ തുടങ്ങി. ചിലയിടത്ത് ഇത് പരിപൂർണമായി നഷ്ടപ്പെട്ടു. അങ്ങനെയുള്ള പലർക്കും പല ദോഷങ്ങളും ഉണ്ടാവാൻ തുടങ്ങി. ആ ദോഷങ്ങളുടെ കാരണം അവർ അന്വേഷിച്ചപ്പോൾ കുലത്തിലുണ്ടായിരുന്ന ഉപാസന നഷ്ടപ്പെട്ടത് കൊണ്ടാണെന്ന് അവർ മനസ്സിലാക്കി. അതായത് അവരെ ഇത്രയും കാലം പരിപാലിച്ച അമ്മയെ അവർ മറന്നു. അപ്പോൾ ആ അമ്മയെ കുറിച്ച് അറിയാനായിട്ട് അവർ പരിശ്രമിച്ചു. ചിലർക്കൊക്കെ ആ ഉപാസന വീണ്ടും ലഭിച്ചു, എന്നാൽ ചിലർക്ക് ലഭിച്ചില്ല. ലഭിക്കാത്തവർ ദുഃഖിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള ആൾക്കാർക്ക് ആ അമ്മയുടെ അനുഗ്രഹം നേടാൻ സഹായിക്കുന്ന ഒരു മന്ത്രമാണ് ഇത്. നമ്മുടെ പൂർവികർ അവരുടേതായ രീതിയിലാണ് ഉപാസിച്ചതെങ്കിലും അവർ ഉപാസിച്ചത് ഒരേ ശക്തിയെയാണ്, ആ പരാശക്തിയെയാണ്. ലോകത്തിൻ്റെ മുഴുവൻ മാതാവാണ് അവൾ. ആ ബ്രഹ്മ കീട ജനനി, ബ്രഹ്മാവ് മുതൽ കീട്ടം വരെ എല്ലാവരെയും പ്രസവിച്ചവൾ. അപ്പം അതുകൊണ്ട് നമ്മുടെ കുലത്തിലുള്ളവർ ഏത് ഭാവത്തിലാണോ ഉപാസിച്ചത് അത് നമുക്ക് അറിയുന്നില്ലെങ്കിൽ, ആ ക്രമം നമുക്ക് ലഭിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ആ പരാശക്തിയെ തന്നെ നമ്മുടെ കുലത്തിൻ്റെ അമ്മയായി കണ്ട് നമസ്കരിക്കണം. അതിനെ സഹായിക്കുന്ന ഒരു മന്ത്രമാണ്. കാരണം നീ ഏത് ഭാവത്തിലാണോ എൻ്റെ കുലത്തിലുള്ളവർക്ക് ദർശനം കൊടുത്തത് അതെനിക്കറിയില്ല, ആ ഉപാസന എനിക്ക് നഷ്ടമായി. എന്നാൽ നിന്നെ തന്നെയാണ് അവർ ഉപാസിച്ചതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആ നിനക്ക് ഞാൻ നമസ്കാരം അർപ്പിക്കുന്നു. മറ്റൊന്നും ചെയ്യാൻ എനിക്ക് സാധിക്കുകയില്ല എന്ന ഭാവത്തിൽ ഈ മന്ത്രത്തെ ജപിക്കണം. വിളക്ക് കത്തിച്ചു വെച്ച് ജപിക്കണം. നമ്മൾ വീട്ടിൽ പൊതുവെ 2 നേരം വിളക്ക് കത്തിക്കാറുണ്ട്. അവിടെ ആ പൂജാമുറിയിൽ ഇരുന്ന്, അപ്പോൾ അവിടെ ദേവത ഏതാണെങ്കിലും അത് വിഷയമല്ല. അപ്പം നമ്മൾ ഗുരുവായൂരപ്പൻ്റെ ഫോട്ടോ വെച്ചിട്ടാണ് വിളക്ക് കത്തിക്കുന്നതെങ്കിലും അവിടെ ഇരുന്നു കൊണ്ട് കണ്ണടച്ചുകൊണ്ട് കൈകൂപ്പി നമ്മുടെ ഉള്ളിൽ ആ അമ്മയെ നമ്മൾ സ്മരിക്കണം, ആ പരാശക്തിയെ. നിന്റെ യഥാർത്ഥ ഭാവം എന്താണെന്നൊന്നും എനിക്കറിയില്ല, എൻ്റെ കുലത്തിലുള്ളവർ നിന്നെ ആരാധിച്ചിരുന്നു എന്ന് മാത്രം അറിയാം. ആ ഭാവം അതേത് തന്നെയാണോ ആ ഭാവത്തിലുള്ള നിനക്ക് നമസ്കാരം എന്ന രീതിയിൽ വളരെ ഭക്തിയോടുകൂടി ഈ മന്ത്രത്തെ ജപിക്കണം. ജപിച്ചാൽ അമ്മയുടെ അനുഗ്രഹം ഉറപ്പായും ലഭിക്കും. എന്താണോ നമുക്ക് ആവശ്യം അത് അമ്മ പ്രദാനം ചെയ്യും. നമ്മൾ ഇന്നത് വേണം എന്നൊന്നും ചോദിക്കരുത്. നമസ്കാരം സ്നേഹത്തോടുകൂടി അർപ്പിക്കുക. ഈ മന്ത്രം ജപിച്ച് അത്ര മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. ഇപ്പൊ നഷ്ടപ്പെട്ടു പോയ ഉപാസന നമുക്ക് വീണ്ടും കിട്ടണം എന്ന് അമ്മ ആഗ്രഹിച്ചാൽ അത് ലഭിക്കും. അതിൻ്റെ ആവശ്യമില്ല എന്നെ ഇങ്ങനെ തന്നെ തുടർന്ന് ഉപാസിച്ചാൽ മതി എന്നാണെങ്കിൽ ആ രീതിയിൽ അനുഗ്രഹിക്കും. അല്ല പുതിയൊരു ഉപാസന നടത്തണം എന്നാണെങ്കിൽ ആ രീതിയിൽ അനുഗ്രഹിക്കും. അമ്മ വഴികാട്ടിയായിട്ട് ശോഭിക്കും. കാരണം അമ്മയ്ക്ക് നമ്മളോട് എപ്പോഴും വാത്സല്യം മാത്രമേ ഉള്ളൂ. സ്നേഹിച്ചു കൊണ്ടിരിക്കുകയാണ് എപ്പോഴും.
നമ്മൾ ആ സ്നേഹത്തെ കാണുന്നില്ല എന്ന് മാത്രം. അപ്പോൾ ആ സ്നേഹത്തെ വീണ്ടെടുക്കാനായി, അതിനുള്ള കൃതജ്ഞതയെ രേഖപ്പെടുത്താനായിട്ട് നമ്മൾ നടത്തുന്ന ഒരു എളിയ ശ്രമമാണ് ഈ മന്ത്ര ജപം. അപ്പോൾ ശ്രദ്ധയോടുകൂടി എല്ലാവരും ദിവസവും ജപിക്കണം. വിളക്ക് കത്തിച്ച് വെക്കുന്ന സമയത്ത് അതിൻ്റെ മുമ്പിലിരുന്ന് കൈകൂപ്പി കണ്ണടച്ച് ഭാവശുദ്ധിയോടുകൂടി ജപിക്കണം. അപ്പോൾ നമുക്ക് ഈ മന്ത്രത്തിലേക്ക് പ്രവേശിക്കാം. അതിൻ്റെ അർത്ഥത്തെ ചെറുതായിട്ടൊന്ന് ധ്യാനിക്കാൻ ശ്രമിക്കാം. ഓം ശ്രീ ഗണേശായ നമഃ. ഓം കുലദേവി നമസ്തുഭ്യം കുലവൃദ്ധിപ്രദായിനി കുലകാമപ്രദേ ദേവി സദാ മംഗളകാരിണി. ഇതാണ് മന്ത്രം. ഇവിടെ ആദ്യമായി ഉച്ചരിക്കുന്നത് ഓം എന്ന ശബ്ദമാണ്. നമ്മൾ മന്ത്രം ജപിക്കുന്നതിന് മുമ്പ് ബാഹ്യവും ആന്തരികവുമായ ശുദ്ധി നേടണം. ബാഹ്യമായ ശുദ്ധി കുളിച്ച് വൃത്തിയായി വന്ന് വിളക്ക് കത്തിച്ച് അതിൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ തന്നെ കിട്ടും. അപ്പം അന്തരീക്ഷമൊക്കെ വൃത്തിയാക്കി വെക്കണം. ഇപ്പോൾ പൂജാമുറിയിലാണ് ഇരിക്കുന്നതെങ്കിൽ അത് വൃത്തിയാക്കി വെക്കണം. ശരീരത്തിനും വൃത്തി ഉണ്ടാവണം. ആ ഭാവത്തിൽ ഇരിക്കണം. ബാഹ്യശുദ്ധി കിട്ടി. ഇനി ആന്തരികമായ ശുദ്ധിക്ക് വേണ്ടി നമ്മൾ ഓം എന്ന് ജപിച്ചാൽ മതി. അതുകൊണ്ടാണ് തുടക്കത്തിൽ ഓം എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരുപാട് കുടങ്ങൾ ഉണ്ടെന്ന് കരുതുക. അതിൽ ജലമുണ്ട്. ആ ജലത്തിൽ ചിലത് ഇളകുന്നുണ്ട്, ചിലതിൽ കലർപ്പുണ്ട്. അങ്ങനെയാണെന്ന് കരുതുക. സൂര്യൻ എല്ലാ കുടത്തിലും ഒരുപോലെ പ്രതിബിംബിക്കുന്നുണ്ട്. എന്നാൽ ചില കുടത്തിൽ വ്യക്തമായി കാണാം. കാരണം അതിൽ ജലം തെളിഞ്ഞു നിൽക്കുകയാണ്, ഇളകാതെ നിൽക്കുകയാണ്. ചിലതിൽ കാണാൻ പറ്റുന്നില്ല, കാരണം അത് ഇളകിക്കൊണ്ടിരിക്കുകയാണ്. ആ സൂര്യൻ പ്രകാശിക്കുന്ന പോലെ തന്നെയാണ് അമ്മ പ്രകാശിക്കുന്നത്. എപ്പോഴും ജ്വലിച്ചിരിക്കുകയാണ് അമ്മ. അമ്മ ഒരിക്കലും മറയുന്നില്ല. എന്നാൽ നമ്മുടെ മനസ്സിന് ആ അമ്മയുടെ അനുഭൂതി കിട്ടണമെങ്കിൽ ആ മനസ്സ് ശുദ്ധവും ശാന്തവുമാവണം. അതിൽ കലർപ്പുണ്ടാവാൻ പാടില്ല, അതിളകാൻ പാടില്ല. ആ ശുദ്ധിയെ, ആന്തരികമായ ആ ശുദ്ധിയെയാണ് ഓം നമുക്ക് പ്രദാനം ചെയ്യുന്നത്. അപ്പോൾ വളരെ ഭക്തിയോടുകൂടി ഓം എന്ന് ജപിക്കുക. ആ ജപിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിന് ആവശ്യമുള്ള ഗുണം ലഭിച്ചു എന്ന് അനുഭവിക്കുക. ആ ഒരു ഭാവത്തോടുകൂടി ജപിക്കുക. അപ്പോൾ ബാഹ്യമായ ശുദ്ധിയുമായി ആന്തരികമായ ശുദ്ധിയുമായി ഇനി ആരാധന ആരംഭിക്കാം. വിളിക്കുകയാണ് അമ്മയെ കുലദേവി. സംബോധനയാണ്. അല്ലയോ കുലത്തിന്റെ ദേവിയായിരിക്കുന്നവളെ, തുഭ്യം നമഃ, നിനക്ക് നമസ്കാരം ഭവിക്കട്ടെ. കുലത്തിന്റെ ദേവിയാണ്. ദേവി എന്ന് പറഞ്ഞാൽ പ്രകാശിക്കുന്നവൾ. എൻ്റെ കുലത്തിലുള്ളവർക്ക് പ്രകാശിച്ചവളാണ് നീ. നിന്റെ ദർശനം അവർക്ക് ലഭിച്ചു, അതുകൊണ്ട് നീ കുലത്തിന്റെ ദേവിയാണ്. എൻ്റെ കുലത്തിൽ ഉള്ളവരിലെല്ലാം പ്രകാശിക്കുന്നത് നീയാണ്. നമ്മുടെ എല്ലാം ഉള്ളിൽ ചൈതന്യമായി ആ പരാശക്തി ശോഭിക്കുന്നത് കൊണ്ട് മാത്രമാണ് നമുക്ക് ജീവിക്കാൻ സാധിക്കുന്നത്, വ്യവഹരിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ എല്ലാവരിലൂടെയും പ്രകാശിക്കുന്നവളായതുകൊണ്ട്, അതായത് ഈ കുലത്തിലുള്ള എല്ലാ തലമുറയിലൂടെയും പ്രകാശിച്ചത് നീ ആയതുകൊണ്ട് നീ കുലദേവിയാണ്. ഈ കുലത്തിലുള്ളവർക്ക് നിന്നെ കാണാൻ സാധിച്ചു, നീ അവർക്ക് ദർശനം കൊടുത്തു. അങ്ങനെ അവരുടെ മുമ്പിൽ പ്രകാശിച്ചത് കൊണ്ടും നീ കുലദേവിയാണ്. ആ കുലദേവിയായ നിനക്ക് നമസ്കാരം ഭവിക്കട്ടെ. നമ്മൾ സാക്ഷാത് പരാശക്തിയോടാണ് ഇത് പറയുന്നത്. നീ ഏത് ഭാവത്തിലാണ് എൻ്റെ കുലത്തിലുള്ളവർക്ക് ദർശനം കൊടുത്തതെന്ന് എനിക്കറിയില്ല. ഏതോ ഒരു ഭാവത്തിൽ കൊടുത്തു. എന്നാൽ കൊടുത്ത ദർശനം നിന്റേത് തന്നെയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആ നിനക്ക് ഞാൻ നമസ്കാരം അർപ്പിക്കുന്നു. ഒന്നും ചോദിക്കുന്നില്ല, നമസ്കാരം മാത്രം കൊടുക്കുകയാണ്. കാരണം എന്നെ ഇത്രയും കാലം പാലിച്ചത് നീയാണെന്ന് ഞാൻ അറിയുന്നു. ഞാനത് പണ്ട് വിസ്മരിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോൾ ഞാനത് ഓർത്തെടുക്കുന്നു. നീ എല്ലാ കാലത്തും എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട്. അതിനുള്ള കൃതജ്ഞതയും സ്നേഹവുമാണ് ഞാൻ നൽകുന്നത്. അതുകൊണ്ട് നിനക്ക് നമസ്കാരം ഭവിക്കട്ടെ. അതാണ് ആദ്യത്തെ പദം. കുലദേവി നമസ്തുഭ്യം. അത് കഴിഞ്ഞ് വിളിക്കുകയാണ്. ഇതെല്ലാം സംബോധനകളാണ്. അമ്മയുടെ പേര് വിളിക്കുകയാണ്. അപ്പൊ വിളിക്കുകയാണ് കുലവൃദ്ധി പ്രദായിനി. കുലത്തിന് വൃദ്ധിയെ പ്രദാനം ചെയ്യുന്നവളെ. ഇവിടെ വൃദ്ധി എന്ന പദത്തിന് രണ്ട് പ്രകാരത്തിൽ അർത്ഥം പറയാം. ഒന്ന്, ഒരു കുലത്തിൽ ഒരു തലമുറയ്ക്ക് വൃദ്ധിയെ കൊടുക്കുന്നവൾ. അതായത് ആ തലമുറയിലുള്ള, ആ കുലത്തിലുള്ളവർക്ക് അറിവിനെ കൊടുക്കുന്നത് നീയാണ്, ആരോഗ്യത്തെ കൊടുക്കുന്നത് നീയാണ്, ധനത്തെ കൊടുക്കുന്നത് നീയാണ്, യശസ് കൊടുക്കുന്നത് നീയാണ്, ബലത്തെ കൊടുക്കുന്നത് നീയാണ്. അങ്ങനെ എല്ലാ പ്രകാരത്തിലുള്ള വളർച്ചയും നീയാണ് ആ കുലത്തിലുള്ളവർക്ക് കൊടുക്കുന്നത്. അപ്പൊ എൻ്റെ കുലത്തിലുള്ളവർക്ക് ഇത് കൊടുക്കുന്നത് കുലദേവിയായ നീ തന്നെയാണ്. അതുകൊണ്ട് കുലത്തിന്റെ വൃദ്ധിയെ നൽകുന്നവളായതുകൊണ്ട് നിന്നെ കുലവൃദ്ധി പ്രദായിനി എന്ന് വിളിക്കുന്നു. ആ നിനക്ക് നമസ്കാരം ഭവിക്കട്ടെ. ഇനി വൃദ്ധി എന്ന് പറഞ്ഞാൽ തുടർച്ച എന്ന അർത്ഥവും എടുക്കാം. അതായത് കുലം വൃദ്ധിപ്പെടുക എന്ന് പറഞ്ഞാൽ
അടുത്ത തലമുറയുണ്ടാവുക, അതിൻ്റെ അടുത്ത തലമുറയുണ്ടാവുക, അങ്ങനെ ആ കുലം നിലനിൽക്കുക. അങ്ങനെ ആ കുലത്തെ വർദ്ധിപ്പിക്കുന്നവളും നീ തന്നെയാണ്. അതുകൊണ്ട് കുലവൃദ്ധി പ്രദായിനി. എപ്പോഴോ ആരംഭിച്ച ഒരു പ്രയാണമാണ്, അതിന്നും തുടരുന്നു. അത് നിന്റെ കൃപ കൊണ്ടാണ്, നീ നൽകിയ അനുഗ്രഹമാണത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് കുലത്തിന്റെ വൃദ്ധിയെ നൽകുന്നവളായ നിനക്ക് നമസ്കാരം ഭവിക്കട്ടെ. അപ്പോൾ കുലത്തിലുള്ളവർക്ക് മുഴുവൻ വൃദ്ധിയെ നൽകുന്നു, കുലത്തിനും വൃദ്ധിയെ നൽകുന്നു. അങ്ങനെ വളർത്തുന്നവളായ നിനക്ക് നമസ്കാരം അർപ്പിക്കുന്നു. അപ്പോൾ കുലദേവി നമസ്തുഭ്യം കുലവൃദ്ധി പ്രദായിനി. അത് കഴിഞ്ഞ് പറയുന്നു കുലകാമപ്രദേ, കുലത്തിലുള്ളവരുടെ ആഗ്രഹങ്ങളെ സാധിപ്പിച്ച് കൊടുക്കുന്നവൾ, അവർക്ക് അവരുടെ ആഗ്രഹത്തെ നൽകുന്നവൾ, പ്രദാനം ചെയ്യുന്നവൾ. അതാണ് കുലകാമപ്രദേ എന്ന് വിളിക്കുന്നത്. നമ്മുടെ ഓരോ വ്യക്തിത്വത്തിൻ്റെയും പരിമിതി അനുസരിച്ചുള്ള ആഗ്രഹങ്ങൾ നമ്മുടെ മനസ്സിൽ ജനിക്കും. ഒരു കുലത്തിൽ പല ആൾക്കാരുണ്ടെങ്കിൽ അവർക്കൊക്കെ പല പ്രകാരത്തിലുള്ള ആഗ്രഹങ്ങളായിരിക്കും. ജീവിതം ഇന്ന രീതിയിലാവണമെന്ന ഒരു വിചാരം അവർക്ക് വിവിധമായിട്ടുണ്ടാവും. അതെല്ലാം മനസ്സിലാക്കി ആർക്ക് എന്താണോ ആവശ്യം അത് അവർക്ക് പ്രദാനം ചെയ്യുന്നത് നീയാണ്. അത് അവരറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും. ഇപ്പോൾ ഉപാസന നടത്തുന്നവരും നടത്താത്തവർക്കും ഒക്കെ അമ്മയുടെ അനുഗ്രഹം ലഭിക്കുന്നുണ്ട്. അവർക്ക് ജീവിതത്തിൽ എന്തെങ്കിലും നേടാൻ സാധിച്ചാൽ, അവർ ആഗ്രഹിച്ചത് അവർക്ക് കൃത്യമായി ലഭിച്ചാൽ അത് അമ്മയുടെ പ്രസാദം കൊണ്ട് മാത്രമാണ്. അവരത് അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും അമ്മയുടെ അനുഗ്രഹമാണത്. അതുകൊണ്ടാണ് കുലകാമപ്രദേ എന്ന് പറയുന്നത്. ഈ കുലത്തിൽ ആരെല്ലാം എന്തെല്ലാം ആഗ്രഹിച്ചിട്ടുണ്ടോ അതൊക്കെ നീയാണ് നൽകിയിട്ടുള്ളത്. അപ്പൊ നേട്ടം മുഴുവൻ നിന്റെ കൃപ കൊണ്ടാണ്. അപ്പൊ തുടർന്നും അതുപോലെ ആഗ്രഹിക്കുന്നവർക്ക് ആ ആഗ്രഹങ്ങളെ പൂർത്തീകരിച്ചു കൊടുക്കുക എന്ന പ്രാർത്ഥനയും അവിടെയുണ്ട്. അപ്പൊ നീ അങ്ങനെ അനുഗ്രഹിക്കുന്നവളാണ്. അതുകൊണ്ട് കുലകാമപ്രദേ. അങ്ങനെ അനുഗ്രഹിക്കുന്നതിനുള്ള കാരണം എന്താ? അതാണ് തുടർന്ന് പറയുന്നത്. നീ ദേവിയാണ്. ദേവി എന്ന പദത്തിന് ഇവിടെ ദാതാവ് എന്നർത്ഥമാണ് വരിക. അതായത് നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തും നമുക്ക് നൽകാൻ സാമർഥ്യമുള്ളവളാണ്. അപ്പൊ കുല കാമപ്രദയാണെന്ന് പറഞ്ഞു, കുലം ആഗ്രഹിക്കുന്നത് കൊടുക്കുന്നവളാണെന്ന് പറഞ്ഞു, അതിന് സമർത്ഥയായിരിക്കുന്നവളാണ്. അമ്മയുടെ വ്രതം എന്ന് പറയുന്നത് ഭക്തർക്ക് കൊടുത്തുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. അമ്മ വാസ്തവത്തിൽ തിരിച്ചൊന്നും പ്രതീക്ഷിക്കുന്ന പോലുമില്ല. എൻ്റെ മക്കളാണ് എന്ന ഭാവത്തിൽ കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്, എപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ദേവിയാണ്, ദാതാവാണ്. പിന്നെ പ്രകാശസ്വരൂപിണി ആയതുകൊണ്ടും ദാതാവാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് ലഭിക്കുമ്പോൾ ആ ലാഭം വാസ്തവത്തിൽ അമ്മയുടെ അനുഭൂതിയാണ്. അമ്മയുണ്ടെന്ന് നമുക്ക് ഓർമ്മപ്പെടുത്തുന്ന സന്ദർഭങ്ങളാണ് അത്. അപ്പോൾ അവിടെ നമ്മുടെ കുലത്തിലുള്ളവരുടെ ആഗ്രഹങ്ങളെ നൽകുന്ന സമയത്ത് അവരുടെ മുമ്പിൽ ആ നൽകുന്നവളായി പ്രകാശിക്കുന്നത് നീ ആയതുകൊണ്ടും ദേവിയാണ്. അപ്പൊ ആഗ്രഹങ്ങളെ നൽകുന്ന ദാതാവാണ്. അങ്ങനെ നൽകുമ്പോൾ നീ ഉണ്ടെന്ന് അവരെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ അവരുടെ മുമ്പിൽ പ്രകാശിക്കുകയാണ്. അതുകൊണ്ട് പ്രകാശിക്കുന്നവളായ ദേവിയും നീയാണ്. അപ്പൊ കുലകാമപ്രദേ ദേവി സദാമംഗളകാരിണി. ഏറ്റവും പ്രസക്തമായ, വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രയോഗമാണ് സദാമംഗളകാരിണി. സദാ എപ്പോഴും മംഗളത്തെ ചെയ്യുന്നവളാണ് നീ. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദുഃഖങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അതിന് കാരണം അമ്മയാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. അമ്മയുടെ ദേഷ്യമാണ് എന്നൊന്നും പറഞ്ഞതിനെ തെറ്റായി വ്യാഖ്യാനിക്കരുത്. നമ്മുടെ കർമ്മത്തിന്റെ ഫലമാണ് നമുക്ക് ലഭിക്കുന്നത്. ഇപ്പൊ സൂര്യൻ എപ്പോഴും പ്രകാശിച്ചിരിക്കുകയാണ്. ആ പ്രകാശിക്കുന്ന സൂര്യനെ മറയ്ക്കാനായിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു മറ തീർത്താൽ, സൂര്യൻ ഇല്ലാതെയായി എന്ന് പറഞ്ഞ് ദുഃഖിക്കുന്നതിൽ അർത്ഥമില്ല. സൂര്യൻ എന്നോട് പിണങ്ങി എന്ന് പറഞ്ഞ് ദുഃഖിക്കുന്നതിൽ അർത്ഥമില്ല. സൂര്യൻ ശോഭിച്ചുകൊണ്ടേയിരിക്കുകയാണ്, പ്രകാശത്തെ നൽകിക്കൊണ്ടേയിരിക്കുകയാണ്. അതുപോലെയാണ് അമ്മയും. അമ്മ എപ്പോഴും ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ്, മംഗളത്തെ നൽകിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നമ്മുടെ അഹങ്കാരം കൊണ്ട് പലപ്പോഴും, അഥവാ അജ്ഞാനം കൊണ്ട് ഈ മംഗളത്തെ മറയ്ക്കുന്നു, അമ്മയുടെ സ്വരൂപത്തെ മറയ്ക്കുന്നു. അമ്മയെ തിരിഞ്ഞു നോക്കാതെയോ അമ്മയെക്കുറിച്ച് ഓർക്കാതെയോ നമ്മൾ ജീവിക്കുമ്പോൾ ആ അമ്മയെ നമ്മൾ മറക്കുകയാണ്. അപ്പൊ അമ്മയുടെ അനുഗ്രഹം നമുക്ക് ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ തീർത്തിട്ടുള്ള മറ കൊണ്ടാണ് ആ തടസ്സം ഉണ്ടാവുന്നത്. അത് അമ്മ ചെയ്യുന്നതല്ല. അമ്മയ്ക്ക് നമ്മളോട് ദേഷ്യവുമില്ല, മറ്റൊരു ദുർവിചാരവുമില്ല. മക്കളായിട്ടാണ് നമ്മളെ കാണുന്നത്, സ്നേഹം മാത്രമേ ഉള്ളൂ. എപ്പോഴും മംഗളത്തെ ചെയ്യുന്നവളാണ്. മംഗളമല്ലാതെ ഒന്നും ചെയ്യാൻ അമ്മയ്ക്ക് അറിയില്ല. അമ്മയുടെ സാന്നിധ്യം ഉണ്ടായാൽ തന്നെ അവിടെ മംഗളം ഭവിക്കും. ശിവയാണ് അമ്മ. അപ്പൊ അമ്മയെ നമ്മളൊന്ന് സ്മരിച്ചാൽ ആ സ്മരണയിൽ തന്നെ നമുക്ക് മംഗളം ലഭിച്ചു കഴിഞ്ഞു. കാരണം മംഗള സ്വരൂപിണിയാണ്, മംഗളത്തെ മാത്രം ചെയ്യുന്നവളാണ്. അതാണ് സദാമംഗളകാരിണി എന്ന് പറയുന്നത്. അപ്പൊ ജീവിതത്തിൽ ദുഃഖമൊക്കെ ഉണ്ടാവുന്ന സമയത്ത് നമ്മുടെ പരിമിതമായ ഒരു അറിവിന്റെ തലത്തിൽ നിന്നുകൊണ്ട് അത് അമ്മയുടെ ക്രോധമാണ് എന്നൊന്നും വ്യാഖ്യാനിക്കരുത്. അമ്മയ്ക്ക് നമ്മളോട് സ്നേഹം മാത്രമേ ഉള്ളൂ. എപ്പോഴും മംഗളത്തെ ചെയ്യുന്നവളാണ്.
കാരണം ഇങ്ങനത്തെ വ്യാഖ്യാനങ്ങൾ ഉണ്ടാവുമ്പോഴാണ് ഭയം ജനിക്കുന്നത്. ഭയമാണ് ഏറ്റവും വലിയ മറ. അമ്മയെ മറയ്ക്കുന്നത് വാസ്തവത്തിൽ ഭയമാണ്. പിന്നെ ഒരു അകൽച്ച സംഭവിക്കും. നമ്മുടെ അമ്മയാണ് എന്ന ബോധം നമുക്കുണ്ടാവണം, സ്നേഹം മാത്രം ഉണ്ടാവണം. അതുണ്ടാവാൻ വേണ്ടിയാണ് ഈ ഒരു പ്രയോഗം ഇവിടെ കൊടുത്തിട്ടുള്ളത്. സദാ മംഗളകാരിണിയാണ്, എപ്പോഴും മംഗളത്തെ മാത്രം ചെയ്യുന്നവളാണ്. അപ്പൊ മംഗളം വേണം എന്ന് ചോദിക്കേണ്ട ആവശ്യം പോലും ഇല്ല. അമ്മയെ ഒന്ന് സ്മരിച്ചാൽ മതി, അമ്മയെ ഒന്ന് സ്നേഹിച്ചാൽ മതി. അമ്മ മംഗളത്തെ ചെയ്യും, കാരണം എപ്പോഴും മംഗളം കൊടുത്തിരിക്കുന്നവളാണ്. അപ്പൊ നമ്മുടെ അജ്ഞാനം കൊണ്ടോ അഹങ്കാരം കൊണ്ടോ ഒക്കെ നമ്മൾ തീർത്തിട്ടുള്ള മറയെ നമ്മൾ തന്നെ നീക്കണം, സ്നേഹത്തിലൂടെ, സാധനയിലൂടെ. അങ്ങനെ ആ മറ നീങ്ങിയാൽ സൂര്യനെ ഏതുപോലെ കാണാൻ സാധിക്കുന്നു. അപ്പൊ കർട്ടൻ എടുത്ത് നീക്കിയാൽ സൂര്യൻ പ്രകാശിക്കുന്ന പോലെ അമ്മയും പ്രകാശിക്കുന്നതായി നമ്മൾ അനുഭവിക്കും. അപ്പോൾ എപ്പോഴും മംഗളം ചെയ്യുന്നവളാണെന്നുള്ള ഭാവത്തിൽ ആ അമ്മയ്ക്ക് നമസ്കാരം അർപ്പിക്കുക. ഇതാണ് മന്ത്രം. ഓം കുലദേവി നമസ്തുഭ്യം കുലവൃദ്ധിപ്രദായിനി കുലകാമപ്രദേ ദേവി സദാമംഗളകാരിണി. ഒന്നും കൂടി ജപിക്കാം, ശ്രദ്ധിച്ചു കേൾക്കുക. ഓം കുലദേവി നമസ്തുഭ്യം കുലവൃദ്ധിപ്രദായിനി കുലകാമപ്രദേ ദേവി സദാ മംഗളകാരിണി. ഈ മന്ത്രത്തെ ദിവസവും ജപിക്കുക. വിളക്ക് കത്തിക്കുന്ന പതിവുണ്ടെങ്കിൽ വിളക്ക് കത്തിച്ചു വെച്ച് അതിൻ്റെ മുമ്പിലിരുന്ന് ജപിക്കുക. കണ്ണടച്ച് കൈകൂപ്പി വളരെയധികം ശുദ്ധിയോടുകൂടി സ്നേഹത്തോടുകൂടി ജപിക്കുക. നിന്റെ സ്വരൂപം എന്താണ് എന്ന് എനിക്കറിയില്ല. നിന്നെ എൻ്റെ പൂർവികർ എങ്ങനെയാണ് കണ്ടിരുന്നത് അതും എനിക്കറിയില്ല. അവരുടെ ഉപാസന എന്താണ് അതും എനിക്കറിയില്ല. നീ ഉണ്ട്, അത് ഞാൻ അറിയുന്നു. ആ നിനക്ക് നമസ്കാരം ഞാൻ അർപ്പിക്കുന്നു. ഈ ഭാവത്തിൽ നമസ്കരിക്കുക. ഒന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. ഇന്ന കാരണത്തിനു വേണ്ടിയാണ് ഉപാസിക്കുന്നത് എന്ന് പറയേണ്ട ആവശ്യമില്ല. അറിഞ്ഞു ചെയ്യുന്നവളാണ് അമ്മ. അപ്പൊ അതുകൊണ്ട് വളരെ ഭക്തിയോടുകൂടി ഈ മന്ത്രത്തെ ജപിക്കുക. നമുക്ക് എന്ത് അനുഗ്രഹമാണോ ആവശ്യം അത് അമ്മ നമുക്ക് നൽകും, കൃത്യമായി നൽകും. ഇപ്പോൾ നഷ്ടപ്പെട്ടു പോയ ഉപാസന നമ്മൾ വീണ്ടും തുടരണം എന്നാണ് നമ്മുടെ ഒരു ആവശ്യമെങ്കിൽ അത് മനസ്സിലാക്കിയ അമ്മ നമുക്ക് നൽകും. അവൻ ആ ഉപാസന തുടർന്നാൽ അവന് ഗുണമുണ്ടാവുമെന്ന് പറഞ്ഞ് ആ ഉപാസനയെ നമുക്ക് എത്തിച്ചു തരും. എങ്ങനെയെങ്കിലും നമ്മിലേക്ക് ആ ഉപാസന വീണ്ടും കൊണ്ടുവന്ന് തരും. അതല്ല, അതിൻ്റെ ആവശ്യമില്ല, എന്നെ ഈ ഭാവത്തിൽ തന്നെ കണ്ടാൽ മതി എന്നാണെങ്കിൽ ആ രീതിയിൽ അനുഗ്രഹിക്കും. അപ്പം ആ രീതിയിൽ തന്നെ ഉപാസന തുടരുക. അതല്ല, പുതിയ ഏതെങ്കിലും ഒരു തലത്തിലാണ് എന്നെ ഉപാസിക്കേണ്ടതെങ്കിൽ അതും അമ്മ തന്നെ പറഞ്ഞു തരും. അമ്മ വഴികാട്ടിയാവും. കാരണം അമ്മയെ അറിയുന്നത് അമ്മ മാത്രമാണ്. അമ്മയെ മറ്റൊരാളും വാസ്തവത്തിൽ ഗ്രഹിക്കുന്നില്ല. അപ്പൊ അമ്മ എങ്ങനെയാണ് ഉപാസിക്കപ്പെടേണ്ടതെന്ന് അമ്മ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഏത് വിധത്തിലുള്ള സാന്നിധ്യമാണ് അരുളേണ്ടതെന്ന് അമ്മ തീരുമാനിക്കും. അമ്മയുടെ സ്വാതന്ത്ര്യത്തിന് അത് വിട്ടുകൊടുക്കുക. കാരണം സർവജ്ഞയാണ്, എല്ലാം അറിയുന്നവളാണ്, എല്ലാവരുടെയും അമ്മയാണ്. അമ്മ എന്ന വിളിയിൽ തന്നെ അമ്മയുടെ വാത്സല്യം നിറഞ്ഞു കിടക്കുന്നത് നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അമ്മയാണ്, സധൈര്യം വിളിക്കുക. ഈ ഒരു മന്ത്രം ജപിച്ച് നമസ്കരിക്കുക. ഇപ്പൊ മന്ത്രമൊന്നും ജപിക്കാൻ പറ്റാത്തവർക്കും അമ്മേ എന്ന് വിളിച്ചൊന്ന് നമസ്കരിച്ചാൽ മതി, അനുഗ്രഹം കിട്ടും. അപ്പൊ മന്ത്രമൊക്കെ ജപിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, അത് ഉച്ചരിക്കാനൊന്നും പറ്റുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഭയപ്പെടേണ്ട ആവശ്യമില്ല. വെറുതെ കണ്ണടച്ചുകൊണ്ട് അമ്മയെ ഒന്ന് വിളിച്ചാൽ മതി. പക്ഷെ കൂടുതൽ ഒരു വ്യക്തത ലഭിക്കാനായിട്ടാണ് ഋഷികൾ മന്ത്രങ്ങൾ രചിക്കുന്നത്. അപ്പൊ മന്ത്രം ജപിക്കുമ്പോൾ കൂടുതൽ ഭാവം നമുക്ക് കിട്ടും. വാസ്തവത്തിൽ ഭാവത്തിനാണ് പ്രസക്തി. ലോകമാതാവിനെയാണ് ഞാൻ വിളിക്കുന്നത് എന്ന ഭാവം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ വെറുതെ അമ്മ എന്ന് വിളിച്ചാൽ മതി, അമ്മ വിളി കേൾക്കും. അതല്ലെങ്കിൽ ഈ മന്ത്രം ജപിച്ചാലും മതി. അപ്പൊ ശ്രദ്ധയോടുകൂടി ഇത് ജപിക്കാനുള്ള ഭാഗ്യം ആ അമ്മ എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. എല്ലാവരുടെയും ഉള്ളിൽ ശോഭിക്കുന്ന, അവരുടെ കുലത്തെ പരിപാലിക്കുന്ന ആ അമ്മയുടെ ദർശനം എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് ആ അമ്മയോട് തന്നെ പ്രാർത്ഥിക്കുന്നു. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും ആ അമ്മ തന്നെ നിങ്ങൾക്ക് ചെയ്തു തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ ശ്രദ്ധയോടുകൂടി സ്നേഹത്തോടുകൂടി എല്ലാവരും ഈ മന്ത്രം ജപിച്ച് അവരുടെ കുലത്തിൻ്റെ ദേവിയെ നമസ്കരിക്കുക. കൃത്യമായ ഉപാസനാക്രമം ലഭിക്കുന്ന ആൾക്കാർ ആ പ്രകാരത്തിൽ തുടരുക. അവരിപ്പോൾ ഇത് ജപിക്കണമെന്നൊന്നുമില്ല. അവർക്ക് ഏത് പ്രകാരത്തിലുള്ള മന്ത്രങ്ങളാണോ ലഭിച്ചിട്ടുള്ളത് അത് പ്രകാരം ജപിച്ച് ഉപാസനയെ തുടരുക. അത് ലഭിക്കാത്ത ആൾക്കാർ ആ അമ്മയെ നമസ്കരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ ഈ മന്ത്രം അവശ്യം ജപിക്കണം. 2 നേരം ദിവസവും ജപിക്കുക. ഭാവത്തോടുകൂടി ജപിക്കുക. ഭാവത്തോടുകൂടി ഒരു തവണ വിളിച്ചാൽ പോലും അമ്മ വിളി കേൾക്കും. കാരണം ഭാവത്തെ മാത്രമാണ് അമ്മ നോക്കുന്നത്. ഉച്ചാരണ ശുദ്ധിയൊന്നും അമ്മയ്ക്ക് വിഷയമല്ല. സ്നേഹമുണ്ടെങ്കിൽ അമ്മ ആ വിളിയെ സ്വീകരിക്കും, വേണ്ട അനുഗ്രഹത്തെ നൽകും. എപ്പോഴും മംഗളത്തെ ചെയ്യുന്നവളാണ്, അത് ഓർക്കണം. അപ്പോൾ ജീവിതത്തിൽ ദുഃഖമുണ്ടാവുമ്പോൾ അത് അമ്മയിൽ ആരോപിക്കാൻ പാടില്ല. അത് നമ്മുടെ ദോഷം കൊണ്ടാണെന്ന് മനസ്സിലാക്കി അത് നീക്കാനായിട്ട് പ്രാർത്ഥിക്കുക. ആ ഒരു ഭാവത്തിൽ ഈ മന്ത്രം എല്ലാവരും ജപിക്കുക.
അതിനുള്ള ഭാഗ്യം ആ അമ്മ എല്ലാവർക്കും നൽകട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു മന്ത്രത്തിൻ്റെ, ഈ കുലദേവി മന്ത്രത്തിൻ്റെ എളിയ വ്യാഖ്യാനം ആ കുലദേവിയുടെ തൃപ്പാദങ്ങളിൽ തന്നെ സമർപ്പിക്കുന്നു. എൻ്റെ കുലത്തിൽ ദേവിയായി ശോഭിക്കുന്ന ആ അമ്മയ്ക്ക്, എൻ്റെ പൂർവികർ ആരാധിച്ചിരുന്ന ആ അമ്മയ്ക്ക് ഞാനിത് സമർപ്പിക്കുന്നു. അമ്മേ ദേവി മമ കുലേശ്വരി നമസ്തുഭ്യം. കൃഷ്ണ, ഗുരുവായൂരപ്പ, നാരായണ, ഹരി ഓം.